ചെയ്തത് ഞാൻ എന്താണോ എവിടെ എത്തിക്കണമെന്നാണോ വിചാരിച്ചത് അവിടെ എത്തി നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ ഉള്ള മെമ്പേഴ്സ് അടക്കം എല്ലാവരും. സോ അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നമ്മുടെ ഒരു ഗ്യാങ് ഒരു ഡൗൺ ടൈമിൽ നിന്ന് നമ്മളിവിടെ വരെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ റീബിൽഡിന് ശേഷം 45 വാറാണ് ജയിച്ചത്. ഈ 45 വാറിൽ ഈ 45 വാറിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സെക്കൻഡ് ഞാൻ ഒന്ന് എടുത്തോട്ടേടാ. അറൗണ്ട് 45 വാറാണ് നമ്മൾ ഈ റീബിൽഡിന് ശേഷം നമ്മൾ ജയിച്ചത്. അതിൽ നമ്മൾ തോറ്റതെന്ന് പറഞ്ഞാൽ 1 2 3 4 5 വാറാണ് നമ്മൾ. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. 50 വാറ് കളിച്ചതിൽ 45 വാറും നമ്മൾ ജയിച്ച്. ഇതിൽ ഇൻ ബിറ്റ്വീനിൽ നമുക്ക് ഓരോ തോൽവികളുണ്ട്. ഈ തോൽവികൾക്ക് ശേഷം നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഒരു തോൽവി വന്നു കഴിഞ്ഞാൽ 6 എണ്ണം തോറ്റ അവരെ അടിച്ച് നമ്മൾ ഇതാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ സിറ്റുവേഷൻ എടുക്കാതെ പേടിച്ചു പോയവന്മാരുണ്ട്. നമ്മൾ വൺസ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞതിന് ശേഷം മനസ്സിലായ ഇപ്പം കറൻ്റ്ലി നമ്മൾ 15 സ്ട്രീക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യലല്ല നിങ്ങളുടെ ഡ്യൂട്ടി. ഈ സ്ട്രീക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രഷർ നിങ്ങൾക്ക് ഒരിക്കൽ പോലും വരാൻ പാടില്ല. വാർ തോറ്റ അത്രേ ഉള്ളൂ. നമുക്ക് ഈ തോക്കുന്ന ആരായിട്ടാണോ അവരെ നമ്മൾ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. ഈ സ്ട്രീക്കിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് സ്ട്രീക്കേ വേണ്ട. പക്ഷെ കറൻ്റ്ലി നമ്മൾ 15 സ്ട്രീക്കിലാണ് നിൽക്കുന്നത്. സോ ഞാനിത് നമ്മുടെ ഒരു ഗ്യാങ് നിൽക്കുന്ന ലെവലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അല്ലാതെ ഈ സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ട. അങ്ങനെ ഒരു പ്രഷർ നിങ്ങൾ ഒരാൾക്ക് പോലും ഉണ്ടാകാൻ പാടില്ല, മനസ്സിലായ? അതാണ് നമ്മൾ മുന്നോട്ട് മര്യാദയ്ക്ക് പോകുന്നത്. നമ്മൾ തോക്കുന്ന ആരെയാണോ അവരെ നമ്മൾ ഒരു വട്ടം നമ്മൾ അവരോട് തോറ്റാൽ 3 വട്ടം നമ്മൾ അവരെ തിരിച്ചടിക്കുക, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ ഇത് എത്ര എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു തോന്നൽ വരാൻ പാടില്ല നിങ്ങൾ ബെറ്റർ അല്ലാത്തത് കൊണ്ടാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് വരുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുന്നതെന്ന്. നിങ്ങൾ എനിക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് അസറ്റ്സാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു സോ മച്ച്. ആ റീബിൽഡ് തൊട്ട് ഇവിടെ വരെ TVയെ ഈ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയതിൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന് ഒരു വലിയ റോളുണ്ട്. അതിന് ഞാൻ വലിയൊരു താങ്ക് യു പറയുകയാണ്. ആസ് എ ലീഡർ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു വലിയ താങ്ക് യു ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിനോട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ത്രൂ ഔട്ട് ദ ജേണി. അതിലെനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയണം എല്ലാവരോടും. അപ്പാപ്പനോടും അതുപോലെ തന്നെ ജോക്കിയോടും ചന്ദ്രനോടും അങ്ങനെ കുറേ പേര്. പിന്നെ പോയ നമ്മുടെ അതിനകത്ത് ഇനാക്റ്റീവ് ആയിരുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വന്നു, എല്ലാവരും വന്നു. സോ അപ്പം നമ്മുടെ ഫാമിലിയിലോട്ടൊരു 3 പുതിയ മെമ്പേഴ്സ് കൂടി ഇന്ന് വരുന്നുണ്ട്. സോ അവരെയും കൂടെ ഞാൻ വെൽക്കം ചെയ്യുവാണ്. സോ ആദ്യം തന്നെ ഇത് TVക്ക് എൻ്റെ മൊത്തത്തിൽ, അതായത് വെറും ഒരു എന്താ പറയുക, ഒരു പ്ലെയർ മാത്രമായിട്ടുള്ളൊരു റിക്രൂട്ട്മെൻ്റ് അല്ല. നമ്മുടെ TVയിലെ ഫാമിലിയിലൊരു നല്ലൊരു അസറ്റ് കൂടിയാണ് നമുക്ക് അവൻ. PVP വൈസും ബാക്കി എല്ലാ വൈസും നമുക്കൊരു നല്ലൊരു അഡീഷനാണ്. ഐ ആം വെൽക്കമിങ് KVA നിഞ്ച ടു TVA as TVA നിഞ്ച. നമ്മുടെ ഡെവലപ്പറും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയറുമായിട്ട് TVയിൽ ജോയിൻ ചെയ്യുന്ന പ്ലെയറാണ് നിഞ്ച. വെൽക്കം ടു TVA. നിഞ്ച 2 വാക്ക് സംസാരിക്കണം. ഒരു കാര്യം ചെയ്യും, ഇവരോട് സംസാരിക്കുമ്പം താ വച്ച് മാത്രം സംസാരിക്കാൻ പറ. മനസ്സിലാവും. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിഞ്ച താങ്ക് യു എന്ന് പറഞ്ഞാടാ. താങ്ക് യു. താറാവെന്നൊന്ന് പറഞ്ഞേ. താറാവ് അതെന്താ? എടാ നീ സത്യം ഇവന്റെ ഇവിടുത്തെ സംസാരം കേട്ടെ നമ്മുടെ ഇവന്റെ മലയാളം വർഷം പോലുണ്ട് ഡെസ്ട്രോടെ അല്ലേ? ചെറുതായിട്ട് പറയടാ 2 വാക്ക് സംസാരിക്കേ. താങ്ക് യു TVയില് വിളിച്ചതിന്. എന്താ പറയണതല്ലേ പെട്ടത് വെച്ചപ്പോ. അപ്പൊ ഞാൻ ഇവർക്ക് എടാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ TVയുടെ ഇവന്റും KVയുടെ ഇവന്റും എല്ലാം ഡെവലപ്പ് ചെയ്തത്
നിഞ്ചയും കൂടെ ആണ്. സോ നമ്മളൊരു ഡെവലപ്പറായിട്ട് മാത്രമല്ല, അവനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പ്ലസ് ഒരു പ്ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇനി നമ്മുടെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വൈമാപ്പുകളും ആർപികളും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നിഞ്ചയും അവൻ്റെ ടീമും ആയിരിക്കും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് നിഞ്ചയുടെ കയ്യിൽ നിന്നുണ്ടാവും. നിഞ്ച അപ്പം എനിവേ വെൽക്കം ടു TVA. താങ്ക് യു. എന്തായാലും ഉണ്ട് ഫുൾ സപ്പോർട്ട്. പിന്നല്ല, വെൽക്കം 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 ഇടാ, വെൽക്കം. നിഞ്ച മേളോട്ട് പോയിട്ട് വെൽക്കം നിഞ്ച എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അത് ഇന്നും ഡെവലപ്പ് ചെയ്യണമായിരുന്നല്ലേ? അതെ, ചെയ്യണമായിരുന്നു. എല്ലാം പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ അപ്പുറത്തോട്ട് ആക്കിയിട്ട് വരാം. വാ. ഓ പോയിട്ട്. അപ്പൊ വെൽക്കം നിഞ്ച. ഇന്നോട്ട് ഇത് തൊട്ടയലോക്കമാണ്. ഇത് അപ്പുറത്തായിരുന്നു വീട്, ഇതൊക്കെ ഇപ്പൊ തൊട്ടിപ്പുറത്ത്. അതെ. ഓക്കെ. എടാ അവനൊരു വെൽക്കം പറയണം എല്ലാരും. ഒരു എല്ലാം കഴിവുള്ള ഒരു പ്ലെയറാണ്. നമുക്ക് TVക്ക് നല്ലൊരു അസറ്റ് ആയിരിക്കും എന്തുകൊണ്ടും, അതെനിക്ക് ഉറപ്പാണ്. സോ വി ആർ വെൽക്കമിങ് സ്റ്റാലിൻ ടു TVA സ്റ്റാലിൻ. വെൽക്കം ടു TVA സ്റ്റാലിനെ. സ്റ്റാലിനെ വെൽക്കം മോനെ. താങ്ക് യു. നീ വന്നതിന് താങ്ക് യു. അപ്പൊ ഒരു 2 വാക്ക് സംസാരിക്കേ. എനിക്കിവിടെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്നതില് ഭയങ്കര താങ്ക്സ്. പിന്നെ ഒന്നാമത് ടെൻസ്ഡാണ്, സംസാരം അതിനെ അറിയാലല്ലേ. എന്താ നിനക്ക് ടെൻഷൻ? എന്താ ടെൻഷനല്ല, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ വാസവന്. അതല്ല, സെറ്റാണ്. ഓക്കെടാ, ഓൾ ഗുഡ്. അപ്പൊ എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലൊരു അഡീഷനും നല്ലൊരു അസറ്റും ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ TVയിലോട്ട് കൊണ്ടുവന്നത്. അത് എന്ന് നീ അങ്ങനെ കീപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. നിന്റെ എക്സ് ഗ്യാങ് ഇവിടെ ചോദിക്കുന്നത്, നീ ലാസ്റ്റ് ഡയോസിലല്ലേ കളിച്ചേ? ഡയോസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോട്ടിലൂടെ കളിച്ചു. നോട്ടിൽ കളിച്ചായിരുന്നു. നോട്ടിൽ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും വെൽക്കം ഇടാ. വാ, അങ്ങോട്ട് വിടാം. വാ. പിന്നല്ല. എടാ ഒരു വെൽക്കം കൊടുത്തതാ എല്ലാരും. ഞാനങ്ങ് പേടിച്ചു പോയി ഒരു സെക്കൻഡ്. സോ ഇന്നത്തെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ്. സോ ഈ ഒരു റിക്രൂട്ട്മെന്റും സംതിങ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക്. സോ വി ആർ വെൽക്കമിങ് ബാക്ക് ഓക്സി ടു TVA as TVA ഓക്സി. വെൽക്കം ബാക്ക് ഓക്സി. വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. താങ്ക് യു. ഓക്സി വെൽക്കം ബാക്കടാ. താങ്ക് യു. നീ തിരിച്ചു വരാൻ പറ്റിയ ഹാപ്പിയാണ്. ഇനി മുന്നോട്ട് ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുക. എനിക്കറിയാം നീ കുറച്ച് പെട്ടെന്ന് മൈൻഡ് ഡൗൺ ആവുന്ന ആളാണെന്ന്. ഇനിയിപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നു, സെറ്റായിട്ട് മുമ്പോട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. പഴയതിനെക്കാട്ടും പവറായിട്ട് കാണുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. വാ, നമുക്ക് എല്ലാവർക്കും അകത്തോട്ട് പോയി. ഇവനെ കൂടെ അകത്തോട്ട് വരും. വാ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഇവിടെ അറിയാൻ വന്നവർക്കും ഓക്സിക്കൂടെ വെൽക്കം കൊടുത്തേ. വാ, അകത്തോട്ട്.